ഹായ് ഗൈസ്, ഐ എം മാധവ്. ഭ്രമയുഗം ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടത് സംവിധായകനെ പറ്റിയാണ്. രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിൻ്റെ റെഡ് റെയിൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അത് 2009 മറ്റോ ആണ് ഇറങ്ങുന്നതെന്നാണ് തോന്നണത്. കറക്റ്റ് എനിക്ക് വർഷം ഓർമ്മയില്ല. അത് ഭ്രമയുഗത്തിനും ഭൂതകാലത്തിനും മുൻപ് എനിക്ക് കാണാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അന്ന് ആ പടം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഒരു മലയാള സിനിമയുടെ പരിമിതിക്കുള്ളിൽ നിന്നുണ്ട് അദ്ദേഹം പുൾ ഓഫ് ചെയ്ത അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടല്ലോ, അത് അന്യായമാണ്. പിന്നെ അതുമാത്രമല്ല, മേക്കിംഗ് ക്വാളിറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാലും അതൊരു സൈഫൈ ജേണറാണ്. ആ ജേണറിനോട് 100% നീതി പുലർത്തിയാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേയും അതിനെ എക്സിക്യൂഷൻ ചെയ്തിരിക്കുന്നതും എല്ലാം. അതായത് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് എൻഗേജ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമ. ആ സിനിമ കണ്ടപ്പോൾ ഈ രാഹുൽ സദാശിവൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്ത് വിഷനാണ് ഇങ്ങനെയുടെയെന്ന്. അതായത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സിനിമ, അതും ഇത്രയും ഗംഭീരമായിട്ട് എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു വിഷൻ ആലോചിച്ച് നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഭ്രമയുഗം. ഈ സിനിമ എന്തായാലും നിരാശപ്പെടുത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു, ആ സംവിധായകനുള്ളൊരു വിശ്വാസം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അതായത് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളതാണ്. ആദ്യമൊക്കെ ഈ ന്യൂസ് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഫേക്ക് ആണെന്നൊക്കെയാണ്. പക്ഷേ ഇത് പിന്നെ കൺഫേം ചെയ്തപ്പോൾ ഇത് ഒഫീഷ്യലാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും മൈൻഡ് ബ്ലോൺ ആയിട്ടുള്ളൊരവസ്ഥയായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ആളെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ആ സംവിധായകനെ. അതെന്നെ ഭയങ്കരമായിട്ട് ക്യൂരിയോസ് ചെയ്യിപ്പിച്ചൊരു കാര്യമായിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ പോയി കാണണം എന്നുള്ളതിൽ ഏറ്റവും വലിയ കാരണം അതുതന്നെയായിരുന്നു, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീരുമാനം സംവിധായകൻ്റെ. അങ്ങനെ പടം തിയേറ്ററിൽ വന്നു, കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഡബിൾ എക്സും കൂടെ ഞാൻ ഞെട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു തീരുമാനം, അതായത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സംഭവം വെറുതെ രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ തിരഞ്ഞെടുക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതിന് എന്തെങ്കിലും കാരണം കാണും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും ആ സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങിനെ ഇത് ബാക്കപ്പ് ചെയ്യുന്നുള്ളത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല. കാരണം അമ്മാതിരി ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ കഥയോട് അത്രയും അനുയോജ്യമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു പാറ്റേൺ ആയിരുന്നു ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത്. അത് എന്ത് പരിപാടിയാണ്! ഞെട്ടിപ്പോയി. എന്തൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഭ്രമയുഗം കണ്ട ഓരോ ആൾക്കാരും സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അത് എപ്പോഴും കിട്ടത്തില്ല അങ്ങനത്തെ ഒരു അനുഭവം. ഒരു സിനിമ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതും വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഒരു അന്യായ വിഷ്വൽ എക്സ്പീരിയൻസ്. ആ സിനിമക്ക് ചേർന്ന, ആ സിനിമ അതിൻ്റെ പീക്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്. അതെങ്ങനെയല്ലത് സത്യം പറഞ്ഞാൽ ചോയ്സ് ചെയ്യാൻ പറ്റുന്നത്? അതൊരു ധൈര്യമില്ല ഇന്നത്തെ കാലഘട്ടത്തിലൊരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ഒരു കാരണം കൊണ്ട് ആ സിനിമയ്ക്ക് ഒരു പരാജയം നേരിടേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ അതൊന്നുമല്ല, ആ ഒരു വിഷൻ ഉണ്ടല്ലോ, അതായത് ഈ കഥയ്ക്ക് ഇതിലും മനോഹരമായിട്ടുള്ളൊരു വിഷ്വൽ ലാംഗ്വേജ് ഇല്ല എന്നുള്ളൊരു ആ ഒരു വിഷൻ, ആ ഒരു ഉറപ്പ്, രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ എടുത്ത ആ ഒരു ചോയ്സ്, അത് ഒരു രക്ഷയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ ഫോക്ക് യൂസ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഫിലിം തന്നെ കിട്ടി. ഇനി വിഷ്വലിൻ്റെ കാര്യം മാറ്റി നിർത്തി സൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ, അതും ഒരു രക്ഷയില്ല. ആ ഒരു 4K അറ്റ്മോസിലൊക്കെ ഇരുന്ന ആ പടം കാണുമ്പോൾ കിട്ടുന്ന ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ്. സെൻട്രലിരുന്ന് അറ്റ്മോസ് 4K വിഷ്വലിൽ ആ സിനിമയെ പൂർണ്ണമായി ആസ്വദിക്കുമ്പോൾ ആ സിനിമക്ക് മാത്രം തരാൻ പറ്റുന്ന ഒരു കിക്കുണ്ട്. അയ്യോ, ഒരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതും നമുക്ക് ഇനി ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത് സംശയമാണ്. കാരണം പുലിമുരുകൻ്റെ അതൊക്കെ പറയുന്ന പോലെ ലക്ഷത്തിൽ ഒന്നേ കാണൂ ഇതുപോലെ ഹൈറ്റോ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അമ്മാതിരി ഏറ്റവും വരുന്ന ഈ പടം, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ടോപ്പ് നോച്ച്. എന്താ പറയുക, ഒരു വല്ലാത്തൊരു സിനിമാറ്റിക് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മൊമെൻറ്റ്സിലും. ഇതിലെല്ലാത്തിലും ഡയറക്ടർക്കുള്ള പങ്കും അദ്ദേഹത്തിൻ്റെ വിഷനും ചെറുതല്ല. ഞാൻ വീണ്ടും പറയുന്നു, എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ. പിന്നെ ഇനി പറയാനുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്, പെർഫോമൻസുകൾ. അതിൽ നമ്മുടെ മമ്മൂക്കയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മഹാനടനാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ നമ്മൾ പുകഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹമാണ് ഭ്രമയുഗത്തിൻ്റെ ബാക്ക് ബോൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ പെർഫോം ചെയ്യുന്നു, അദ്ദേഹം ഇത്രയും മാരകമായിട്ട് പെർഫോം ചെയ്യുന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപും എപ്പോഴും അത് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ബാക്കിയുള്ള 2 പേരാണ്. അർജുൻ അശോകൻ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ശരിക്കും ഞെട്ടിച്ചു. കാരണം അതിന് മുമ്പ് ഒരു അദ്ദേഹം അങ്ങനത്തെ ഒരു റോളുകളൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ അധികം. ഇതിലേക്ക് വന്നപ്പോൾ എന്ത് ഇമ്പാക്റ്റ് ആയിരുന്നെന്നറിയാം ആ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ. ആൻഡ്
സിദ്ധാർത്ഥ് ഭരതൻ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അയ്യോ ആ സിനിമയുടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്വഭാവം, ബ്രഹ്മയുഗത്തിൻ്റെ ആ ഒരു മിസ്റ്റീരിയസ് സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ക്യാരക്ടർ വഹിച്ചൊരു പങ്ക് ചെറുതല്ല. അതായത് ആ ക്യാരക്ടറിൻ്റെ ഒരു ഓറയുണ്ട്, അത് ആൾ ക്യാരി ചെയ്തിരിക്കുന്നത് അയ്യോ ഒരു രക്ഷയില്ലതാണ്. പെർഫോമൻസുകൾ ബ്രഹ്മയുഗത്തിലെ ഔട്ട് ഓഫ് ദി വേൾഡ് പരിപാടിയാണത്. അയ്യോ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 3 പേരും മത്സരിച്ചൊക്കെ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞ പോലെ, കാരണം അത്ര ഇമ്പാക്റ്റ് ആയിരുന്നു പെർഫോമൻസുകൾക്ക് ബ്രഹ്മയുഗത്തിന്. പ്രത്യേകിച്ച് മോണോയിൽ ഇത് കാണുമ്പോഴത്തേക്കും എക്സ്പ്രഷൻസിനൊക്കെ ഒരു പ്രത്യേക കോൺട്രാക്സ്റ്റ് ഉണ്ട്. അതിലും കൂടി പെർഫോമൻസ്, ഈ അന്യായ പെർഫോമൻസ് എൻജോയ് ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൗണ്ട്, അതിലിപ്പോൾ ഈ മ്യൂസിക്, ഇതിൻ്റെ ഫോളി ചെയ്തിരിക്കുന്നത്, അതിൻ്റെ SFX, അങ്ങനെ മിക്സിങ്, ഇതെല്ലാം കൊണ്ടും സൗണ്ടിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ബ്രഹ്മയുഗത്തിൻ്റെ, അതും ഈ പറയുന്ന പോലെ അന്യായമായിരുന്നു. എസ്പെഷ്യലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറൊക്കെ ഇരുന്നത് കേൾക്കുമ്പോൾ, ആ ഒരു വിഷ്വലും കൂടെ കിട്ടുമ്പോൾ, ആ വിഷ്വലിന് അത്രയും ബ്ലെൻഡായിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും, അത് മൈന്യൂട്ടായിട്ടുള്ള ഏരിയകൾ വരെ ബ്രഹ്മയുഗത്തിൽ ടെക്നിക്കലി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അത്രയും സൂക്ഷ്മതയോടാണ് അവർ ആ പരിപാടി ചെയ്തിരിക്കുന്നത്. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു സീനുണ്ടേ, അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, കഞ്ഞി കുടിക്കുമ്പോഴുള്ള ആ ഒരു സീൻ. മമ്മൂക്കയുടെ ഒരു ഡയലോഗുണ്ട്, ദൈവമല്ലല്ലോ ഞാനല്ലേ തന്നേന്ന് ചോദിക്കുന്ന ഡയലോഗ്. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇമ്പാക്റ്റ് ആയിരുന്നു. എൻ്റെ മോനെ ഇങ്ങനെ ഇത് എന്താണ് ചെയ്തു വെക്കുന്നത് എന്നുള്ളൊരു സംഭവം. അതായത് പെട്ടെന്നുള്ള ആളുടെ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ആവുന്നതൊക്കെ ഉണ്ട്. അയ്യോ ആ ഒരു സീന് ബ്രഹ്മയുഗം സിനിമ മനസ്സിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ആദ്യം ഉള്ളിൽ വരുന്ന സീൻ അതാണ്. പിന്നെ ബ്രഹ്മയുഗത്തിലെ ആ ട്വിസ്റ്റ്, അത് ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കിട്ടിയപ്പോഴും നല്ലൊരു ഹൈ ആയിരുന്നു തിയേറ്ററിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അർജുൻ അശോകൻ ആ ഒരു കാൽക്കൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും മമ്മൂക്കയുടെ ആ ഒരു ടീസറിലും ട്രെയിലറിലൊക്കെ ഉള്ള ഒരു സീനാണ്. അതായത് നിനക്ക് പോകാൻ അനുവാദമില്ല, അത് കഴിഞ്ഞൊരു ട്രാക്കൊക്കെ ഉണ്ടേ. ഉയ്യോ എന്താ സാധനം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമാ പ്രേമിയാണ്, അതോടൊപ്പം തന്നെ സിനിമയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്നാണല്ലോ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായത്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണല്ലോ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായെന്നുള്ളൊരിത്. എത്രയും പെട്ടെന്ന് എനിക്കും ആ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ ചില സിനിമകൾ നമുക്ക് തോന്നും. അത്തരത്തിലൊരു പടമാണ് ഈ പടം ബ്രഹ്മയുഗം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ഞാൻ ഒരുപാട് പേര് നമ്മൾ വിഷ്വലിനെ പറ്റി സംസാരിക്കുമ്പോൾ അധികം ആരും ബ്രഹ്മയുഗത്തിൻ്റെ എടുത്തു പറയാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു, കളർ ഗ്രേഡിങ്. ഇതിൻ്റെ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ചിലരൊക്കെ വിചാരിക്കുന്നത് എന്തിനാ ഗ്രേഡിങ്ങിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാടുള്ള പരിപാടി ഗ്രേഡിങ്ങിൽ. കാരണം ഇതിനൊരു ഗ്രേ സ്കെയിലുണ്ട്, അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതിയുണ്ട്, അതിനെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്നുണ്ട്. കാരണം ഗ്രേയിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പല പല ഷെയ്ഡുകളുണ്ട്, ബ്ലാക്കിനുണ്ട്, വൈറ്റിനുണ്ട് പല പല ഷെയ്ഡുകൾ. ഇത് പടത്തിന് ഒരേ മൂഡ് തന്നെ വേണമല്ലോ, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ കണ്ടു ഒരു സൈഡിൽ വേറെ രീതിയിലാണല്ലോ, അങ്ങനെ തോന്നരുത്. സിനിമയ്ക്കൊരു മൂഡുണ്ട്, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ പോകുന്നൊരു കളർ ടോണുണ്ട് സിനിമയ്ക്ക്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. കളർ ഗ്രേഡ് ചെയ്തത് ലിജു പ്രഭാകറാണ്, അതേപറ്റി നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കളർ ഗ്രേഡിങ് ബ്രഹ്മയുഗത്തിൽ എടുത്തു പറയേണ്ട, എന്താ പറയുക, വിഷ്വലിന് ഏറ്റവും കൂടുതൽ വിഷ്വൽ നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 50% നമ്മൾ ഗ്രേഡിങ്ങിൽ തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ആ ഒരു ഹൈലൈറ്റ്സും ഷാഡോസും ആ ഒരു വിഷ്വലിൻ്റെ കോൺട്രാസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊരു ഭംഗിയായിട്ടാണ്. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഷോട്ട് തന്നെ മതില്ല, ആ ഒരു വൈഡ് ഷോട്ട്. പിന്നെ അതുകൂടാതെ ഇവർ തമ്മിൽ ആ ഒരു കള്ള് കുടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് അവിടെയുള്ള ആ ഒരു ഫ്രെയിമൊക്കെ ഒരു രക്ഷയില്ല. അത് ഗ്രേഡിങ്ങിലൊക്കെ എടുത്തു പറയണം. ഗ്രേഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രഹ്മയുഗത്തിൻ്റെ വിഷ്വലിൽ. അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, അത്രയും പണിയെടുത്തിട്ടുള്ള പരിപാടിയാണത്. അതിൻ്റെ വിഷ്വലിന് ഗ്രേഡിങ് വഹിച്ചിട്ടുള്ള പങ്ക് ഹൈ ആണ്. ബ്രഹ്മയുഗത്തിനെ പറ്റി എനിക്ക് ഓർക്കുമ്പോൾ ഒരു കുറേ കാര്യങ്ങളല്ലേ പറയുന്നത്. എനിക്ക് എപ്പോഴും ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം പ്രതീക്ഷയോടെ പോയതാണ് ഞാൻ. പക്ഷേ എങ്കിലും പ്രതീക്ഷയ്ക്ക് മുകളിൽ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ബ്രഹ്മയുഗത്തിനെ പറ്റി എനിക്ക് എപ്പോഴും എടുത്തു പറയാനുള്ളത്. ജീവിതത്തിൽ മറക്കാത്തൊരു യുണീക്കായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രഹ്മയുഗം. പിന്നെ മമ്മൂക്ക കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം, അയ്യോ എന്താ ചെയ്യുക, പറയണ്ട, ഞാൻ അതിനെപ്പറ്റി ഇനി പറയുന്നില്ല. നമ്മളൊന്നും പറഞ്ഞാൽ എത്തില്ല, കാരണം അത്രയുണ്ട് ആ ഒരു പെർഫോമൻസ്. അറിയാലോ മമ്മൂക്കയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ബ്രഹ്മയുഗം എന്ന സിനിമ. നിങ്ങൾ പറ, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോട്ടുകൾ ഉണ്ടാവും, ഇഷ്ടപ്പെട്ട സീനുകൾ ഉണ്ടാവും. എന്തായാലും ബ്രഹ്മയുഗം ആരും നിരാശപ്പെടുത്തിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഭ്രമയുഗത്തിൽ നിന്നുണ്ടായ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻസ് ഇടുക. ഞാനതൊക്കെ വായിക്കാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.